കാർഷിക വാർത്തകൾ. വിൽപ്പന സമ്മർദ്ദത്തിൽ റബ്ബർ. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില ആടി ഉലയുകയാണ്. വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ചു. മുന്നേറ്റത്തിൽ ഏലം. അന്താരാഷ്ട്ര റബ്ബർ അവധി വ്യാപാര രംഗത്ത് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം അനുഭവപ്പെട്ടു. US ഡോളറിന്റെ മൂല്യം ഉയർന്നത് ഊഹക്കച്ചവടക്കാരെ റബ്ബറിൽ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചത് ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകളെ പ്രതിസന്ധിയിലാക്കി. ഊഹക്കച്ചവടക്കാർ ബാധ്യതകൾ വിറ്റുമാറാൻ മത്സരിച്ചതിനിടയിൽ ജപ്പാനിൽ റബ്ബറിന് 350 യെന്നിന്റെ നിർണായക താങ്ങ് നഷ്ടപ്പെട്ടു. അവധി വ്യാപാരം ആടി ഉലഞ്ഞത് തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യൻ വിപണികളിൽ ആശങ്ക പരത്തി. ബാങ്കോക്കിൽ ഷീറ്റ് വില 202 രൂപയിൽ നിന്നും 200ലേക്ക് താഴ്ന്നു. അതേസമയം സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 182 രൂപയിൽ സ്റ്റഡിയാണ്. വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ചു. ഏഷ്യൻ വിപണികളിൽ പാം ഓയിൽ വില ഉയരുന്നത് കണക്കിലെടുത്താൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില കൂടുതൽ മുന്നേറാൻ സാധ്യത. ദക്ഷിണേന്ത്യയിൽ കൊപ്രക്ഷാമം നിലനിൽക്കുന്നതിനാൽ മില്ലുകാർ വില ഉയർത്തിയിട്ടും കാര്യമായ കൊപ്ര ശേഖരിക്കാനായില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും പച്ചത്തേങ്ങ ലഭ്യത ചുരുങ്ങിയത് വിപണിയുടെ മുന്നേറ്റ സാധ്യതകൾക്ക് ശക്തി പകരുന്നു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 20,300 രൂപയായും കൊപ്ര 13,500 രൂപയായും വർദ്ധിച്ചു. ഏലക്ക മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ശരാശരി ഇനങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ കിലോ 2,500 രൂപയ്ക്ക് മുകളിൽ സ്ഥിരത കാണിച്ചു. ഹൈറേഞ്ചിൽ വിളവെടുപ്പ് സജീവമെങ്കിലും ഡിമാൻഡിന് അനുസൃതമായ ഉൽപാദനം ലേലം കേന്ദ്രങ്ങളിൽ എത്തുന്നില്ല. ആഭ്യന്തര വിദേശ ഡിമാൻഡ് ഉയരുമെന്നാണ് ലേല കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,517 രൂപയിലും മികച്ച ഇനങ്ങൾ 2,771 രൂപയിലുമാണ്. മൊത്തം 28,085 കിലോ ഏലക്കയുടെ ഇടപാടുകൾ നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് വിപണികളിലേക്ക് കൂടുതൽ ഏലം കയറ്റുമതി ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യൻ ഏലം കയറ്റുമതിക്കാർ. ഗ്വാട്ടിമാലയിൽ ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായതാണ് ഇന്ത്യൻ ഏലത്തിന്റെ ഡിമാൻഡ് ഉയർത്തിയത്. ഗ്വാട്ടിമലയിൽ 2024-25 വിളവെടുപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ 44% കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇലപ്പേനുകളിൽ നിന്നുള്ള വിളനാശം മാത്രം 34% കണക്കാക്കിയിരിക്കുന്നത്. ഗ്വാട്ടിമലയിലെ മൊത്തം ഉൽപാദനം 18,884 ടണ്ണായി കുറഞ്ഞു. കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇത് ഏകദേശം 1000 ടൺ വരെ കുറയും. 2025 ഫെബ്രുവരിയോടെ റമദാൻ ഉത്സവത്തിന് മുന്നോടിയായി കൂടുതൽ ഏലം കയറ്റുമതി ചെയ്യാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. അതേസമയം ഇന്ത്യയിലും ഉൽപാദനത്തിൽ 50%-ഓളം കുറവുണ്ടാകുമെന്നാണ് കയറ്റുമതിക്കാർ വിലയിരുത്തുന്നത്. പഴയ വിളകളുടെ വരവ് ഈ മാസം തീരുമെന്നതിനാൽ വില കൂടും. ഗ്വാട്ടിമല ഏലക്കയുടെ വില ഇന്ത്യൻ ഏലത്തേക്കാൾ 30% കൂടുതലാണ്. അടുത്ത 4-5 മാസത്തിനുള്ളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നല്ല അളവിൽ കയറ്റുമതി ചെയ്യാൻ ഇത് സഹായിക്കും. വരുന്ന ജനുവരി മുതൽ മാർച്ച് വരെ ഇന്ത്യൻ ഏലം വില കിലോയ്ക്ക് 3,500 രൂപയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നും കയറ്റുമതിക്കാർ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അഗ്രി സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിന് പുതിയ പ്രോഗ്രാമുമായി സോഷ്യൽ ആൽഫ. 2 ലക്ഷത്തിലധികം കർഷകർക്ക് ഇതിന്റെ നേട്ടങ്ങൾ ലഭിക്കും. ഇന്ത്യയിലെ ചെറുകിട കർഷകരുടെ നിർണായക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന 10 സ്റ്റാർട്ടപ്പുകൾക്കും ആശയങ്ങൾക്കും കമ്പനി പിന്തുണ നൽകും. കൃത്യമായ കൃഷി, മണ്ണ്, ജലപരിപാലനം, കാർഷിക യന്ത്രവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, മൃഗസംരക്ഷണം എന്നിവയിലെ നൂതന ആശയങ്ങളെ പിന്തുണയ്ക്കാനാണ് സോഷ്യൽ ആൽഫ ലക്ഷ്യമിടുന്നത്. മൾട്ടി സ്റ്റേജ് വെഞ്ചർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ ആൽഫ. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും റിസോഴ്സ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും വിപണി പ്രവേശനം വിപുലീകരിക്കുന്നതിനും ഇതിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കും. 2 ലക്ഷത്തിലധികം കർഷകർക്ക് ഇതിന്റെ നേട്ടങ്ങൾ ലഭിക്കും. കൂടാതെ നൂതനാശയങ്ങൾ നടപ്പിലാക്കാൻ 2 കോടി രൂപ വരെ ധനസഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റാബി വിളവെടുപ്പ് സീസണിൽ പ്രതീക്ഷയുമായി കാർഷിക മേഖലയിലെ കമ്പനികൾ. ജലവിതരണം കാര്യക്ഷമമായതും വളങ്ങൾക്ക് ഡിമാൻഡ് ഉയർന്നതും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് കമ്പനികൾ. മികച്ച മണ്ണുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ മണ്ണിലെ ഈർപ്പവും ജലസംഭരണികളുടെ അളവും വർദ്ധിച്ചതിനാൽ റാബി വിളവെടുപ്പ് സീസണിലെ സാധ്യതകൾ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖലയിലെ കമ്പനികൾ. ഈ വർഷത്തെ സംഭരണം ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണ്. ജലസംഭരണികൾ വക്കോളം നിറയുന്നതോടെ റാബി വിളവെടുപ്പ് കാലം പോസിറ്റീവായി കാണുന്നു. വളങ്ങൾക്കും വിത്തുകൾക്കും ഡിമാൻഡ് ഉയരാൻ ഇത് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനികൾ. ഗോതമ്പ് മുതലായ വിളകൾക്കും ഉരുളക്കിഴങ്ങ്, ഉള്ളി തുടങ്ങിയ പച്ചക്കറികൾക്കും വില അനുകൂലമായതിനാൽ കർഷകർ കൃഷി സീസണിൽ ഏക്കർ വിസ്തൃതിയും ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ നിക്ഷേപവും നടത്തുമെന്ന് കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. ശീതകാല വിളകളായ കടുക്, പയർ, ഗോതമ്പ് തുടങ്ങിയവയുടെ വിതയ്ക്കൽ പല സംസ്ഥാനങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 184, RSS 5 181, ലാറ്റക്സ് 126, ജാതിക്ക 370, ജാതിപത്രി 1800 മുതൽ 2200 വരെ, ഗ്രാമ്പു 910, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 520, കുരുമുളക് ഗാർബിൾ 65,900, കുരുമുളക് അൺഗാർബിൾ 63,900, ഏലക്ക 2200 മുതൽ 2400 വരെ, വെളിച്ചെണ്ണ 20,300, കൊപ്ര 15,100, ചുക്ക് 35,000.